ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു ചാപ്റ്ററാണ്. CSER നെറ്റിനും ഗേറ്റിനും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഫിസിക്സിൻ്റെ നമുക്കിത് എല്ലാ ചോദ്യപേപ്പറിലും കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉണ്ട് പഠിക്കാൻ. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആൻഡ് ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്, ഇത് രണ്ട് ഭാഗങ്ങളാണ്. ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്, പിന്നെ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് ഉണ്ട്. ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്, പിന്നെ കുറേ ഫേസ് സ്പേസും പോയ്സൺ ബ്രാക്കറ്റും അങ്ങനെ കുറേ അഡീഷണൽ ടോപ്പിക്സും വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇതിനകത്ത് ഒരു വലിയ ഭാഗം തന്നെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സിനകത്ത് നമുക്ക് +1 ടോപ്പിക്സ് എല്ലാം അറിയണം. നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഭാഗം തന്നെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. അതായത് നമ്മൾ +1 പഠിക്കുന്ന ഭാഗങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോൾ കൈനമാറ്റിക്സ് ആയാലും, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആയാലും, റൊട്ടേഷൻ ഡൈനാമിക്സ് ആയാലും, ഗ്രാവിറ്റേഷൻ, ഫ്ലൂയിഡ്സ്, ഇതെല്ലാം ഇതിനകത്ത് കയറി വരുന്നതാണ്. ഇപ്പോൾ നമുക്കിത് +1 ടോപ്പിക്സ് നല്ലോണം അറിയണം. ഒരു JEE മെയിൻസ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വരെ പോകത്തില്ല, ഒരു JEE മെയിൻസിൻ്റെ ലെവലിലെങ്കിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. പിന്നെ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് നമ്മൾ MSCക്ക് പഠിക്കുന്നതാണ്. ആ ടോപ്പിക്സ് എല്ലാം CSIR നെറ്റിനായാലും ഗേറ്റിനായാലും ടിപ്പർ, ജസ്റ്റ് എല്ലാത്തിനും വരുന്നതാണ് ഇത്. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക്, പിന്നെ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് വേറൊരു തലത്തിലാണ് അത് നിൽക്കുന്നത്. ന്യൂട്ടോൺ മെക്കാനിക്സ് നമുക്ക് അറിഞ്ഞാൽ തന്നെ നല്ല കോൺഫിഡൻസ് ആകും നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ തന്നെ. പിന്നെ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് വരും, പിന്നെ അതിൽ റിലേറ്റഡായ ഫേസ് സ്പേസ്, പിന്നെ പോയ്സൺ ബ്രാക്കറ്റ്, അങ്ങനെ കുറേ ടോപ്പിക്സ്, കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ കുറിച്ചാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്പം ഞാനിത് ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയും. ഇതിനകത്ത് 2 തരത്തിലാണ് പറയുന്നത്. ഒന്ന് കൈനമാറ്റിക്സും പിന്നെ ഡൈനാമിക്സും. കൈനമാറ്റിക്സ് നമ്മൾ മോഷനെ കുറിച്ചാണ് പറയുന്നത്. മോഷന് കാരണമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, അത് പറയുന്നതാണ് നമ്മൾ ഡൈനാമിക്സ്. ഫോഴ്സും ടോർക്ക് അതെല്ലാം ഡൈനാമിക്സ് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കൈനമാറ്റിക്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൈനമാറ്റിക്സ് ബേസിക്കാണ് ഞാൻ പറയുന്നത്, വളരെ ബേസിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കൈനമാറ്റിക്സിൽ ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം നമ്മൾ തന്നെ പഠിക്കുന്നതാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ടേംസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ ആവറേജ് സ്പീഡ്, then average velocity, then instantaneous velocity, then and instantaneous acceleration. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ പാർട്ടിക്കിൾ, അതാണ് ഡിസ്റ്റൻസ്. ഇതൊക്കെ അറിയാമല്ലോ നമുക്ക്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ പാർട്ടിക്കിൾ. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് അല്ലേ, ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്കെലാർസും വെക്റ്റേഴ്സും നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡെഫിനിഷൻ എഴുതുവാണ്. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണല്ലോ ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ, ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, ബൈ ടോട്ടൽ ടൈം. ബേസിക് ഡെഫിനിഷനാണ് അല്ലേ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടും ഇതിനെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും ഇതെല്ലാം പറയാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, question 1. A bus travels from, ഞാനിത് എഴുതുന്നില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്.
ഇത് നമ്മൾ കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പോയിൻ്റ് പിയിൽ നിന്നും ഒരു പോയിൻ്റ് ക്യൂയിലേക്ക് ഒരു ബസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് സപ്പോസ് V1 എന്നിരിക്കട്ടെ. അതായത് പിയിൽ നിന്നൊരു പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ബസ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് V1 ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് റിട്ടേൺസ് ബാക്ക് ടു ദ പോയിന്റ് P വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. രണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, V2. നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമ്മളിത് കാണുമ്പോഴേ നമ്മൾ ആൻസർ എടുത്ത ഒരു ടെൻഡൻസി കാണും. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? V1 + V2/2 എന്ന് എടുത്തെഴുതും. പക്ഷേ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം ഇതിനെ എടുത്തേക്കുന്ന ടൈംസ് ഡിഫറൻ്റ് ആണ്. കാരണം കോൺസ്റ്റൻറ്റ് സ്പീഡ് നമുക്ക് ന്യൂട്ടൻ്റെ ലോസ് പ്രകാരം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് S മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതണം. S ut + ½ at² എന്നാണ്. കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് ആക്സലറേഷൻ നമുക്കറിയാം dv/dt ആണ്. കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് ആക്സലറേഷൻ 0 ആണ്. സോ S ut എന്ന് എഴുതാം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് U × t എന്ന് എഴുതാം. അപ്പം ഇതിനെ V1 പോയി P-ന്ന് Q-ലോട്ട് പോകാൻ എടുത്ത സ്പീഡും Q-ന്ന് P-ന് പോകാൻ എടുത്ത സ്പീഡും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ടൈം ടേക്കൺ വിൽ ബി ഡിഫറെൻറ്റ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് = ടോട്ടൽ ഡിസ്റ്റൻസ് / ടോട്ടൽ ടൈം എന്നാണല്ലോ. അപ്പോൾ ഒരു സപ്പോസ് ഞാനിപ്പോൾ പറയുകയാണ് P-യിൽ നിന്ന് Q-ലോട്ട് പോയി അല്ലേ. P-യിൽ നിന്ന് Q-ലോട്ട് പോയി വിത്ത് സ്പീഡ് V1 ആൻഡ് തിരിച്ചു വന്നത് V2. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വന്നതും എക്സ് തന്നെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 2x ആണ്. കാരണം P-ന്ന് Q-ലോട്ട് പോയത് എക്സ്, തിരിച്ചു വന്നത് എക്സിൽ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 2x ആണ്. ഇനി ടോട്ടൽ ടൈം നമുക്കറിയാം S ut എന്നാണ് അല്ലേ. അപ്പോൾ ടൈം ഫോർ P to Q എന്ന് പറയുന്നത് നമ്മൾ T1 എന്ന് എടുത്തു കഴിഞ്ഞാൽ S/U എന്നാണല്ലോ. ആ ഡിസ്റ്റൻസ് P-യിൽ നിന്ന് Q-ലോട്ട് പോകാൻ എക്സ് എടുത്ത് വിത്ത് വെലോസിറ്റി V1. സോ T2 എന്തുമായിരിക്കും? തിരിച്ച് വന്നതും എക്സ് ഡിസ്റ്റൻസ് തന്നെ, പക്ഷേ എടുത്ത സ്പീഡ് എന്താണ്? V2 ആട്ടോ. ടൈംസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ T1 + T2 നമുക്ക് എഴുതിക്കൂടെ. സോ = 2x/x/V1 + x/V2. കണ്ടോ, ഈ 2x/x കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/V1 + 1/V2. 2 നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ 2V1 V2/V1 + V2. കണ്ടോ, ഇതാണ് ആവറേജ് സ്പീഡ്. ദിസ് ഈസ് ദ ആവറേജ് സ്പീഡ്. ഇനി ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണും? ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് = നമുക്കിവിടെ ഫോർമുല എഴുതുക. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് / ടോട്ടൽ ടൈം അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഷോർട്ടസ്റ്റ് പാത്ത് ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ. അതായത് P-യിൽ നിന്ന് തിരിച്ച് P-യിൽ തന്നെ എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് അല്ലേ. അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. A-യിൽ തന്നെ തിരിച്ച് വന്നുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 0. സോ ആവറേജ് വെലോസിറ്റി 0 ആണ്. കണ്ടില്ലേ, വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഈ V1 V2 വരെ നമുക്ക് വാല്യൂസ് വരും. V1 V2 ഒക്കെ വാല്യൂസ് വന്നിട്ടായിരിക്കും നമ്മളോട് പറയുന്ന ആവറേജ് സ്പീഡ് എന്താണ്. അപ്പോൾ അതിനനുസരിച്ച് കാണുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നീറ്റ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മൂവ്സ് വിത്ത് ഞാൻ ക്വസ്റ്റ്യൻ എഴുതില്ല, അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ടൈം ലാഭിക്കും. എ പേഴ്സൺ ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V1 ഫോർ എ സർട്ടൺ ഡിസ്റ്റൻസ് x ആൻഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V2 ഫോർ എ നെക്സ്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. അതായത് ഇപ്പോൾ എക്സ് ആണ് എന്ന് ആദ്യം പറയുന്നുണ്ട്. അപ്പം ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് പിന്നെയും ട്രാവൽ ചെയ്തു. ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി V. അതായത് റിലേഷനാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഇതാണ്: V = √V1 V2, B
1/v equal to 1/v1 plus 1/v2. C 2/v is equal to 1/v1 plus 1/v2. D v/2 is equal to v1 plus v2/2. കണ്ടോ, ഈ റിലേഷൻസ് ആണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മളത് എങ്ങനെ കാണും? നമ്മുടെ ബേസിക് നമ്മൾ പഠിച്ച ഫോർമുലയിലോട്ട് പോവാം. ആവറേജ് വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഡെഫിനിഷൻ എഴുതും. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം എക്സും ഇപ്പം അപ്പോൾ എന്താണ് 2x ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം T1 + T2 എന്ന് എടുത്ത് ആദ്യത്തെ എക്സിന് എത്ര ടൈം എടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ s = ut എന്നാണ്. അപ്പോൾ ടൈം എന്താണ്? x/v1 plus x/v2. കണ്ടില്ലേ? അപ്പോൾ എന്ത് കിട്ടും? v = 2/1/v1 plus 1/v2 എന്ന് കിട്ടും. നമുക്ക് കണ്ട ഈ 2നെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഉണ്ട് കഴിഞ്ഞാൽ 2/v = 1/v1 plus 1/v2 ഉണ്ടോ? വളരെ എളുപ്പമാണ്. സോൾവ് ചെയ്തില്ലേ? ഇങ്ങനെ ഇത് ചെയ്യുന്നു. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് APMT 2011 വന്ന ക്വസ്റ്റ്യനാണ്, CBSEയുടെ. എ പാർട്ടിക്കിൾ കവേഴ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1. അപ്പം പറയുന്നൊരു പാർട്ടിക്കിൾ കവേഴ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1. നമുക്കിപ്പം 2x ആണെന്ന് അറിയാം ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, 2x ടോട്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് എക്സ് കവർ ചെയ്ത സ്പീഡ് v1 ആണെന്നിരിക്കട്ടെ. ആൻഡ് ദ റെസ്റ്റ് ഹാഫ് കവേർഡ് വിത്ത് സ്പീഡ് v2. എന്നാൽ ആവറേജ് സ്പീഡ് എന്താണ്? വളരെ എളുപ്പമല്ലേ. ആവറേജ് സ്പീഡ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 2x ബൈ ടോട്ടൽ ടൈം എന്താണ്? T1 + T2 അറിയാം. 2x ബൈ x/v1 plus x/v2. നമ്മൾ ചെയ്തത് തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. 2v1v2/v1 plus v2 കഴിഞ്ഞു. കണ്ടോ, വളരെ എളുപ്പം എന്ന് വെച്ചാൽ വളരെ എളുപ്പം. വേറെ ക്വസ്റ്റ്യനാണ്. ദ ന്യൂമറിക്കൽ റേഷ്യോ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഓൾവേസ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് റേഷ്യോ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് അല്ലേ, ഡിസ്റ്റൻസ് ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പം ഓപ്ഷൻസ് ഇതാണ്: <1, = 1, = or <1. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡി = or <1. അപ്പോൾ ഇതെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ലെസ് ആയിരിക്കും എപ്പോഴും, കാരണം ഡിസ്റ്റൻസ് ആണ് ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? <, = or <1. ഉണ്ടോ? ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ക്വസ്റ്റ്യൻ നമ്മളപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമായിട്ട് വരുന്ന പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. എ പാർട്ടിക്കിൾ കവേഴ്സ് half of its journey with a speed v and the remaining half, okay, the remaining half part of the journey with a constant speed of 2v and the rest of the journey with a constant speed of 4v. ഓക്കെ, അപ്പോൾ വി നമ്മളിപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 2x എന്ന് എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഹാഫ് ഓഫ് ഇസ് ജേണി. സോ എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തത് v സ്പീഡിലും, എന്നിട്ട് റിമൈനിങ്ങിൽ ഒരു പാർട്ട് കവർ ചെയ്തത് 2vയിലും അടുത്ത പാർട്ട് കവർ ചെയ്തത് 4vയിലുമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തുവാണ്? ഇതാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെടുത്തേക്കുന്ന ടൈം ഡിഫറൻ്റ് ആണ്, ഇതിനെടുത്തേക്കുന്ന ടൈം ഡിഫറൻ്റ് ആണ്, ഇതിനെടുത്ത ടൈം ഡിഫറൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ എഴുതുവാണെങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇങ്ങനെ എഴുതിക്കൂടെ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ്
ഇത് x/2 ആണ്, x/2 ആയിരിക്കും അല്ലേ, x/2 ആണ്. കാരണം എന്താ, നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് 2x ആണ്. അപ്പം ഹാഫ് ഓഫ് ഹിസ് ജേണി എന്ന് പറയുമ്പം എക്സ് വിത്ത് v വെലോസിറ്റി, ദെൻ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ജേണിയിലെ ഹാഫ് നമ്മളെന്താണ് 2vയും മറ്റേ 2v. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2x എന്ന് തന്നെ എഴുതാം. ടോട്ടൽ ടൈം എന്താണ് t1 + t2 + t3 അല്ലേ. ഇപ്പോൾ 2x ഡിവൈഡ് ബൈ t1 എന്ന് പറയുമ്പോൾ x/v എന്ന് എഴുതാം, പ്ലസ് t2 എന്ന് പറയുമ്പോൾ x/2 × 2v എന്ന് എഴുതാം, പ്ലസ് x/2 × 4v എന്ന് എഴുതാം അല്ലേ. ഇത് ചെയ്യുമ്പോൾ 2 വെട്ടിപ്പോകും, 2/1/v + 1/4v + 1/8v എന്ന് വരും. അപ്പം LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും, 4 8 LCM 8 തന്നെയാണ്. LCM എടുക്കുമ്പം 8 + 2 + 1 എന്ന് കിട്ടും അല്ലേ, ഡിവൈഡ് ബൈ 8v ആണ്. അപ്പം 16v/11 എന്ന് കിട്ടും. കണ്ടു, ഇതാണ് ആൻസർ. കാരണം നമ്മൾ 2x ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് t1, നെക്സ്റ്റ് ഹാഫ് 2 ഡിവൈഡ് ചെയ്താണ് ട്രാവൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് x/2 വന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, നമ്മൾ ബേസിക്കിൽ നിന്നാണ് പറയുന്നത്, വളരെ ബേസിക്കിൽ നിന്ന് പറയും. ഇനി നമ്മൾ ന്യൂട്ടൺസ് ലോസിലോട്ട് ഇതെല്ലാം പോകും, എന്നിട്ട് പ്രോബ്ലംസ് എല്ലാം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ്, ഇത് നെറ്റിനായാലും ഏതൊരു എക്സാമിനും ആവശ്യമായിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ഇത് ബേസ് തൊട്ടേ പഠിക്കുക. ഓക്കെ, താങ്ക് യു.